ഹലോ മക്കളെ, ഞാൻ നിങ്ങളെ പാപം പൈല് ജിനോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെ ചോദിക്കും, അണ്ണ എന്തിനീ വണ്ടി ഇങ്ങനെ മൂടിയിട്ടിരിക്കണത്? ഭയങ്കര പൂച്ച ശല്യം. സീറ്റ് കയറിയിരുന്ന് മാന്തല്, മുകളിൽ ടോപ്പിൽ കയറിയിരുന്ന് മാന്തല്, പൂച്ച ഭയങ്കര ശല്യം. ഇന്ന് നമ്മൾ പോണേ എവിടെ നിന്നറിയാമോ? ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പിലാണ് പോണേ. വർക്ക്ഷോപ്പിൽ വണ്ടി ശരിയാക്കാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ വണ്ടിയുടെ ഫ്രണ്ട് വീല് ജാമെന്ന്. നമുക്കിന്നത് ശരി. നിങ്ങൾ കേട്ടിട്ടില്ലേ വണ്ടിപ്പണി ഈസ് എ തെണ്ടിപ്പണി? അത് തന്നെ സംഭവം. 10 രൂപയ്ക്ക് ഓടിയാൽ 100 രൂപ വർക്ക്ഷോപ്പിൽ. എന്തൊരു ചെയ്യാന്ന് പറയും. നമ്മളന്ന് പോണത് രതീഷ് മേശിരി വർക്ക്ഷോപ്പിൽ. നമ്മളെ മുത്ത് രതീഷ് മേശിരി നമ്മൾ കാണിച്ചു തരായിരുന്നു. അതിനു മുമ്പ് വണ്ടി ഭയങ്കര പൊടി, മനസ്സിലായ? പൊടിയെന്ന് വെച്ചാൽ പൊടിയോട് പൊടി. വീട്ടിൻ്റെ ഫ്രണ്ടിൽ റോഡ് പണി നടക്കണോണ്ട് പൊടി അടിച്ച് കയറ്റി വെറും പൊടി. തടവാതട പൈലിൻ്റെ ഒരു കാര്യം, പൈല് തടവി നിൽക്കണ്. കുറച്ചോത്തായിട്ട് പൈലിന് ഇച്ചിരി തടവല് കൂടുതൽ. എൻ്റെ പൈലിന് എന്തൊരു നീക്കമ്പോ എന്തേരി. മാമ അങ്ങോട്ട്, ഞാൻ തടവും. ഞാൻ തടവലിൻ്റെ ആളാണ്. ഈ മാമന്മാരെ കൊണ്ട് തോറ്റി ഓരോന്ന് വന്നോളും. കണ്ട മക്കളെ പൊടി കണ്ട? ഇതാണ് ഞാൻ പറഞ്ഞ പൊടി, മറ്റേ പൊടി കണ്ട? സൈഡ് കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ പൊടി കിടക്കണ കണ്ട? ഇതെല്ലാം കൂടെ നമ്മളെ വീട്ടിൽ എൻ്റെ ഓട്ടയിൽ എന്തൊരു ചെയ്യാൻ. ഈ ജിനോ പൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ കുളിച്ചില്ലെങ്കിൽ അവൻ്റെ വണ്ടീനെ അവൻ കുളിപ്പിക്കും. കളനാറി പൈല്. ഡെയിലി വണ്ടി ഇട്ട് കഴുവാതടാ. വണ്ടി തുരുമ്പിക്കൂടാ. ഈ പൈലിനടുത്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. കഴുകിയിട്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഐശ്വര്യം തന്നെ കേട്ടാ മക്കളെ. ഒന്നും കൂട്ടി വയ്ക്കാനും സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്നെന്നുള്ള ചിലവുകൾ ഇതുകൊണ്ടങ്ങ് നടക്കും. നമ്മളെ ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ല, എന്ത് വിചാരിച്ചാലും സാധിക്കില്ല. ഒന്നും പ്രതീക്ഷിച്ച് സ്റ്റാൻഡിൽ പോകാനും പറ്റൂല. പക്ഷെ അന്നെന്നുള്ള കഞ്ഞിക്കുള്ള വക ഇത് നമുക്ക് തരും. തോക്കൊരു പൈല് നിൽക്കണണ്ട. പൈലിനെ കണ്ടറിയോ? പൈല് കുളിയുമില്ല, നനയുമില്ല, എല്ലാം ഒരു പ്രകസനം. എൻ്റെ കൈ വിരിവിരാ വരണം. ഞാൻ അങ്ങോട്ട് വരട്ടാടാ. ഞാൻ നേരത്തെ പറഞ്ഞല്ല, നമ്മളിന്ന് പോണത് രതീഷ് മേശിരി വർക്ക്ഷോപ്പിലാണ്. പണ്ടൊരു സ്വാമി ചുട്ട കോഴിയെ വറപ്പിച്ചെങ്കിൽ നമ്മളെ രതീഷ് മേശിരി ചത്ത് കിടക്കണ ഓട്ടനെ 100 എന്ന് പറപ്പിക്കും. അതാണ് നമ്മളെ രതീഷ് മേശിരി. കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്നാൽ ഇപ്പം കേട്ടാൽ. നിങ്ങളെ ഓട്ടോയ്ക്ക് എന്തൊരു കുഴപ്പമുണ്ടെങ്കിലും രതീഷ് മേശിരി എടുത്ത് വന്നത്. രതീഷ് മേശിരി കൈ വെച്ചാൽ അത് ശരിയാവും. ഇനി രതീഷ് മേശിരി എൻ്റെ വണ്ടി പണിയണ വീഡിയോ കാണിച്ചു തരാം, കണ്ടോണ്ടിരിക്കും. ഓട്ടോ പണി കഴിഞ്ഞ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ സീനായിട്ട് കിട്ടി കേട്ടാ. നോക്കി, ഭയങ്കര ശോകം. ആരുമില്ല, റോട്ടിൽ ആൾക്കാരില്ല, ഓട്ടം വിളിക്കാൻ ആരുമില്ല. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ച് ഇന്നും പട്ടിണിയും കഞ്ഞിയും തന്നെ. ആരെങ്കിലും റോട്ടിലൊക്കെ കണ്ടാൽ നമുക്കൊരു സന്തോഷം തോന്നും. ഇന്നാരെങ്കിലുമൊക്കെ വിളിക്കും, ആരെങ്കിലുമൊക്കെ ഓട്ടം വിളിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ, എല്ലാ ഓട്ടോക്കാരുടെ അവസ്ഥ ഇത് തന്നെ. പ്രതീക്ഷിച്ച് കിടക്കും. ഒന്നും പ്രതീക്ഷിച്ച് സ്റ്റാൻഡിൽ വരാൻ പറ്റൂല. അതിൻ്റെ ഇടയ്ക്കാണ് കണ്ട മക്കളൊരു കയറ്റം. ചില ഓട്ടങ്ങൾ ഇങ്ങനെ തന്നെ നമ്മളെ ഏരിയയിലൊക്കെ കയറ്റങ്ങളാണ്. വണ്ടിയുടെ നിക്കറ് കീറും.
ഒരു 10-20 പ്രാവശ്യം ഈ കയറ്റം കയറി ഇറങ്ങുകയും ചെയ്യുമ്പം വണ്ടിയിൽ നിന്ന് പുകയും പിടിയൊക്കെ വരും. വണ്ടിയുടെ സൗണ്ടൊക്കെ മാറി തുടങ്ങും. കാരണം വണ്ടി ഫുള്ള് ശക്തി കൊടുത്താണ് കയറുന്നത്. താഴെ നിന്ന് ഫസ്റ്റ് ഇട്ട് വന്നാൽ ഈ കയറ്റമൊക്കെ കയറുള്ളൂ. ഇടയ്ക്ക് കൊണ്ടുവച്ച് ഫസ്റ്റ് ഇടാനോ ഗിയർ മാറാനോ നിന്നാൽ അത്രയും തന്നെ. പിന്നെ ബജാജ് ഡീസൽ വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്, ഏത് കയറ്റവും എനിക്ക് സീനിയായിട്ട് കിട്ടുമ്പോഴെല്ലാം ഇത് തന്നെ അവസ്ഥ. കണ്ട, റോട്ടിൽ ആരുമില്ല, ഒരു മനുഷ്യർ പോലും ഇല്ല, എന്നെ ഓട്ടം വിളിക്കാനും ആരുമില്ല. ഇനി ഇങ്ങനെ കിടക്കണം, എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടി കിടക്കണം, സങ്കടപ്പെട്ട് കിടക്കണം. കണ്ട, ഇത് തന്നെ അവസ്ഥ. കാണുന്നവർ വിചാരിക്കണത് ആ ഓടിത്തളർന്ന് പോക്കറ്റ് നിറച്ച് പൈസകളും കൊണ്ടുവരണമെന്ന്, കെട്ടാ പൈസ കൊണ്ടുവരണമെന്ന്. പക്ഷേ എനിക്കും എൻ്റെ ദൈവത്തിനും എൻ്റെ കുടുംബത്തിനും അറിയാവുള്ളൂ. എനിക്ക് മാത്രമല്ല, എല്ലാ ഓട്ടോക്കാരുടെ അവസ്ഥ തന്നെ, എല്ലാ ഓട്ടോക്കാരുടെ അവസ്ഥ. കണ്ട, ഇന്നത്തെ ഓട്ടമാണിത്. ഒരു ലോട്ടറി എടുത്ത് ബാക്കി ചില്ലറകൾ. ഇനി ഇതുകൊണ്ട് ജീവിക്കണം. ഇനി ഈ വൈകിട്ട് സമയത്ത് വല്ല ഓട്ടം കിട്ടിയാലേ ഉള്ളൂ. മാമനൊരു 10-20 ആളാ ചായ കുടിക്കാൻ. എൻ്റെ പൊന്നു മാമ, നിങ്ങൾ പോയി, ഞാൻ ചില്ലറ എണ്ണിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. മക്കളെ, മാമൻ്റെ പൈസയിലടാ, ഒന്ന് വീട് വരെ കൊണ്ടുവരാ, പെട്ടെന്ന് അർജന്റടാ, കൊണ്ടുവരാ. നീ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തോ? വരണ്ട കേട്ടോ, നമുക്ക് വേറെ വണ്ടി കിട്ടി. മക്കളെ, ഞാൻ 4 മണിക്ക് ഓട്ടം പറഞ്ഞിരുന്നില്ലേ? നീ വരണ്ട കേട്ടാ. എൻ്റെ മോൻ കാറും കൊണ്ടുവരും, നമ്മൾ അങ്ങനെ അങ്ങ് പോകാൻ തീരുമാനം. അവനല്ലെങ്കിലും അല്പം കൂലി കൂടുതൽ തന്നെ. ഇനി അവനെ വിളിക്കണ്ട. ഓട്ടയ്ക്ക് എത്ര രൂപയാടാ? 30 രൂപയുടെ ഓട്ടേ ഉള്ളൂ. ഇതൊക്കെ മതി, നമ്മൾ ഇത്രേ കൊടുക്കൂ കേട്ടാ. ഇത്ര തരാൻ മനത്തുള്ളൂ.